കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് സംഗീതത്തിന്റെ നഗരമാണ്. അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിന്റെ സംഗീതത്തിന്റെ ഒരു മാറ്റി നിർത്താൻ പറ്റാത്തതാണ് മാപ്പിളപ്പാട്ടിന്റെ ശരികൾ. മാപ്പിളപ്പാട്ടിന്റെ ഒരു ചരിത്രം കൂടി കോഴിക്കോട്ട് പറയാനുണ്ട്. എസ്.എം. കോയക്കെ പോലുള്ള ഒരുപാട് ആൾക്കാർ അവരെ കുറിച്ചൊക്കെ ആ കാലഘട്ടത്തെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റും. മാപ്പിളപ്പാട്ടിന്റെ കോഴിക്കോടിന്റെ മാപ്പിളപ്പാട്ട് ചരിത്രം. എനിക്ക് അതിലൊരു ചരിത്രം ഉണ്ട് എന്നുള്ളതാണ് മാപ്പിളപ്പാട്ട്. ഞാൻ വെറും സിനിമയും മറ്റുള്ള സിനിമാ പാട്ടുകളും മറ്റുള്ള കാര്യങ്ങളല്ല. മാപ്പിളപ്പാട്ട് ഇപ്പം എസ്.എം. കോയക്കൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എസ്.എം. കോയക്ക കോഴിക്കോട് വെള്ളയിൽ അവിടെ പിന്നെ നമ്മളെ ഗാന്ധി റോഡിലേക്ക് പോകുന്ന ആ ജംഗ്ഷനിൽ എസ്.എം. കോയക്ക ഒരു ഇസ്തിരി പീടിയാണ്, ഇസ്തിരി ഇടുന്ന പണിയായിരുന്നു എസ്.എം. കോയക്ക. എസ്.എം. കോയക്കനെ കണ്ടിട്ടുണ്ടോ? എം എൻ നമ്പ്യാരെ കണ്ടിട്ടുണ്ടോ? എസ്.എം. കോയക്ക ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് പിന്നെ നമ്മുടെ സിയ ബൂക്കർ. സിയ ബൂക്കർ അവിടെ ഉള്ള തന്നെയാണ്. എം എൻ നമ്പ്യാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എസ്.എം. കോയക്ക ഏകദേശം അതാണ്. മുടിയൊക്കെ ഇങ്ങനെ ഒരു ഏകദേശം സ്റ്റൈലാക്കിയിട്ട് ഒരു കോളറിൽ ഇങ്ങനെ ഒരു മറ്റേ ടവൽ ഇങ്ങനെ വെച്ചിട്ട് ഉള്ളതാണ്. അവിടെ ഒരു ചാരുകാസാലയുണ്ട്, അവിടെയാണ് എസ്.എം. കോയക്ക. പിന്നെ നമ്മൾ അന്ന് ഞാൻ അത്ര ഒരു വലിയൊരു മനുഷ്യരുണ്ടായില്ല. എനിക്ക് ബാബുവിൻ്റെ കൂടെ ബാബുവായിട്ട് രഞ്ജിബലിൻ്റെ കൂടെ അങ്ങനെ പോയിട്ട് ഉള്ള പരിചയം. പക്ഷേ അന്ന് എസ്.എം. കോയക്ക ഒരു മാപ്പിളപ്പാട്ടുകാരനാണെന്നുള്ളത് എനിക്ക് HMBയിൽ കുറേ പാട്ടുകൾ ആരംഭം തുള്ളുമ്പോൾ അങ്ങനെയുള്ള കുറേ പാട്ടുകൾ മോയിൻകുട്ടി വൈദ്യർ അങ്ങനെ കവിതകളൊക്കെ പാടിയിട്ടുള്ള നമ്മുടെ റെക്കോർഡാണ് കേൾക്കുന്നത്. ആ എസ്.എം. കോയക്കനാണ് അത് നമുക്കൊന്ന് കണ്ടാൽ തോന്നുന്നത്. കാരണം ഒരു HMB ഒരു റെക്കോർഡ് ചെയ്ത ആളൊക്കെ ഇങ്ങനെ ഒരു ഇത്. പക്ഷേ ഇസ്തിരിപ്പെട്ടിയായിട്ട് വെക്കില്ല ആ മൂലയിൽ. എസ്.എം. കോയക്കൻ്റെ ആ ഷോപ്പിൽ നമ്മൾ പോയിരുന്നിട്ട് ചാരുവാസല്ല. അപ്പോൾ നമ്മൾ കുറേ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എസ്.എം. കോയക്കൻ്റെ ഒരു വേറൊരാളുണ്ട്. എസ്.എം. കോയക്ക അധികം നമ്മൾ ഇടലിനെ ഞാൻ കണ്ടില്ല, അവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഈ സംഗീതത്തെ പറ്റി അപാര അറിവാണ്. അതായത് കവാലി, അതുപോലെ തന്നെ ഈ രാഗങ്ങൾ, ഹിന്ദുസ്ഥാനി സംഗീതത്തെ പറ്റി അപാര അറിവാണ് എസ്.എം. കോയക്ക. എസ്.എം. കോയക്ക ശരിക്കും ഞാനന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് മാപ്പിളപ്പാട്ടുകാരൻ്റെ ഒരു സ്റ്റെപ്പ്. ശരിക്കും ആ ഒരു പാട്ടിലേക്കല്ല കവാലിയൊക്കെ. എസ്.എം. കോയക്കൻ്റെ പരിപാടികൾ ഞാൻ കണ്ടില്ല, പക്ഷേ നടത്തിയ ആൾക്കാരൊക്കെ ഓരോ കല്യാണത്തിൽ പറയുമ്പോൾ എസ്.എം. കോയക്ക ഭയങ്കര കവാലി സിംഗറാണെന്ന് പറയും. ബാബുക്കായിട്ട് അങ്ങനെ ഒരു കൊത്തുതീയൽ ഉണ്ടായിട്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ഒന്ന് രണ്ട് പരിപാടിക്കൊക്കെ ബാബുക്കയും എസ്.എം. കോയക്ക അറിയാൻ തോന്നുന്നു. പിന്നെ ഉള്ളത് സിയ ബൂക്കറാണ്. പിന്നെ തലത്തിൻ്റെ പാട്ട് ആണ് അധികം സിയ ബൂക്കർ പാടുക, മാപ്പിളപ്പാട്ട് സ്റ്റൈലിൽ. പക്ഷേ എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ മാപ്പിളപ്പാട്ടിലേക്ക് ഞാൻ വരണത് ഞാൻ ഗൾഫിൽ ഇവിടെ വന്നിരുന്നു. ഗൾഫിലൊക്കെ വന്നതിൻ്റെ ശേഷം ഒരു റെക്കോർഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെയും മുമ്പേ ഞാൻ വി എം കുട്ടി മാഷ് ട്രൂപ്പിൽ ഈ വി എം കുട്ടി മാഷ് മാപ്പിളപ്പാട്ട് ഒരു ജനകീയ ആക്കിയ ഒരാളാണ് മാഷ്. സാധാരണ അന്ന് ഈ AB മുഹമ്മദ് ഇവരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ജനകീയ പാട്ടുകാരനാക്കിയ ഈ മാപ്പിളപ്പാട്ട് ജനകീയാക്കിയത് മാഷ. അതെന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ നമ്മൾ ഹട്ടൻസ് ഓർക്കസ്ട്രയൊക്കെ ഉള്ളപ്പോൾ ഈ CM അവിടെ മൂപ്പർക്ക് ക്ലാസ്സും കാര്യങ്ങളും അന്നും ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ വി എം കുട്ടി മാഷ് CM അടുത്ത് വരും. അപ്പോൾ മാഷ് വന്നിട്ട് ഇങ്ങനെ CM പറയും ഒരു പരിപാടിക്ക് വരും. അപ്പോൾ CM ഒഴിഞ്ഞു മാറിക്കാണ്. അന്ന് മാപ്പിളപ്പാട്ടിന് വായിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു എന്തോ ഒരു മാതിരിയാണ്. അന്ന് എനിക്ക് അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല. അങ്ങനെ മാഷ് എന്ത് ഇവരൊക്കെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അറ്റൻസ് ഓർക്കസ്ട്ര, നമ്മൾ ഓർക്കസ്ട്ര വരും. ഓർക്കസ്ട്രൻ്റെ ആ സ്റ്റൈലൊക്കെ ഇയാൾ മാഷ് കണ്ടുപഠിച്ചു. മാഷ് ഭയങ്കര അപാര ഇതാണ്. അങ്ങനെ അതിന്ന് റെഡി, അതായത് നമ്മൾ ആ സ്റ്റൈലൊക്കെ. അപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ മാഷ് ഇങ്ങനെ ഈ ജനകീയ അപ്പം മാഷ് ഇങ്ങനെ ഓർക്കസ്ട്ര ഇതൊക്കെ കാണുകയാണ്. അപ്പോൾ അന്നത്തെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ഈ ഓർക്കസ്ട്ര ഫുള്ള് ഇങ്ങനെ സ്റ്റേജിൽ ഓർഗണ അത്യാധുനിക സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ മാഷ് അതിന് വേണ്ടിയിട്ടാണ് ഈ CM അടുത്തും അങ്ങനെ ഓർഗണ അങ്ങനെ ഇയാൾ സംഘടിപ്പിച്ച് ഇയാൾ അത് പരിപാടി തുടങ്ങി. അങ്ങനെ ആ ഒരു പാട്ടിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി വിളയിൽ ഫസീല ഇവരൊക്കെ ഉള്ള കുട്ടികൾ എല്ലാം ഉണ്ടല്ലോ.
അതിനെ മാഷ് തുടങ്ങി. പിന്നെ മാഷിക്കൊരു ഇപ്പം റിയൽ എസ്റ്റേറ്റ് വില കൂടിയത് ഗൾഫാണ്. അതെ 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 അല്ലേ? അതേമാതിരി മാപ്പിളപ്പാട്ട് പോപ്പുലാരിറ്റി കൂട്ടിയത് ഗൾഫുകാരാ. കറക്റ്റ്. അന്ന് ഈ ഗൾഫിലേക്ക് ഇത് ഇങ്ങനെ മെല്ലെ മെല്ലെ വരാവുന്നത്. അപ്പോഴേക്ക് ഇവർ 3 ആൾക്കാരാണ്. ഉമ്മറുട്ടി മാഷ് എൻ്റെ നമുക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ ആ ഒരു വീട്ടിലാണ് ഉമ്മറുട്ടി മാഷ്. അങ്ങനെ ഉമ്മറുട്ടി മാഷിൻ്റെ ഒരു ടീം, പീർ മുഹമ്മദിൻ്റെ ഒരു ടീം, എരിനോളി മൂസക്ക് 4 മെയിൻ ടീം. അപ്പോൾ എല്ലാവരും അതിലേക്ക് മാറി. എല്ലാവരും ഓർക്കസ്ട്രേഷൻ തലശ്ശേരി ഭാഗത്തേക്കുള്ള ഓർഗൻ വായിക്കുന്നവരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പീറും അതേമാതിരി നമ്മളെ എരിനോളി മൂസൊക്കെ സംഘടിപ്പിച്ച് മാഷ് അതിനേക്കാളും വളഞ്ഞ ആള് മാഷ് പിന്നെ ഇവിടെ കോഴിക്കോടുള്ള ടോപ്പ് ആർട്ടിസ്റ്റുകൾ നല്ല പേയ്മെന്റ്, അതായത് നമുക്ക് മറ്റേ ഓർക്കസ്ട്രക്ക് കിട്ടുന്നതിനേക്കാളും നല്ല പേയ്മെന്റ് വരിക്കും എല്ലാവരും സംഘടിപ്പിക്കും. പിന്നെ മാഷ് പരിപാടി കൂടാൻ ഇപ്പോൾ മാസത്തിൽ ഒരു പരിപാടി പോയിട്ട് പിന്നെ 2 പരിപാടി 3 പരിപാടി 4 പരിപാടി പിന്നെ മാസത്തിൽ ത്രൂ ഔട്ട് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മാഷ് എല്ലാ മസാലകളും ചേർത്തും. അങ്ങനെയാണ് മാഷ് ഓരോരുത്തർ അപ്പം പാടുന്ന ആൾക്കാരെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ എന്നെയും വിളിച്ച് മാഷ് വിളിക്കണം. അങ്ങനെ മാഷ പരിപാടിക്ക് ഞാനും പോയി. എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോഡ് ഒരു പരിപാടി പിന്നെ ഇപ്പം ആരും അത് ചിലപ്പോൾ വിശ്വസിക്കില്ല. നമ്മൾ പോയിട്ട് പിന്നെ അന്ന് വടകര കൃഷ്ണദാസ് എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിള്ളൽ ഫസീല, പിന്നെ ഇന്ദിര, നമ്മുടെ ജോയിൻ്റെ ഭാര്യ ഇന്ദിര ജോയ്, അങ്ങനെയുള്ള എല്ലാവരും ഔക്കുബായി ഒക്കെ ആയിട്ടാണ് അന്ന് ഫുൾ ഓർക്കസ്ട്രയാണ് പോകുന്നത്. ഒരു കാസർഗോഡ് വലിയൊരു പണക്കാരൻ്റെ കല്യാണമാണ്, ഗൾഫുകാരുടെ. ആ വീട്ടിൽ നമ്മൾ അവിടെ ഏകദേശം പിന്നെ ഒരു രാവിലെ ആണ് എത്തുന്നത്. രാവിലെ ഒരു വണ്ടിയിലാണ് പോകുന്നത്. ഗുഡ് നൈറ്റ് പോയിട്ട് അവിടെ എത്തി ഒരു ഗസ്റ്റ് ഹൗസുമായിട്ടുള്ള സ്ഥലത്തേക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം പരിപാടി തുടങ്ങണമെന്നാണ്. അങ്ങനെ പരിപാടി തുടങ്ങുക. പരിപാടി തുടങ്ങിയിട്ട് ആ പരിപാടി അവസാനിച്ചത് പിറ്റേന്നും, അതായത് അന്ന് തുടങ്ങിയിട്ട് രാവിലെ വരെ പരിപാടി. നേരം വെളുക്കുന്ന പരിപാടി കഴിഞ്ഞ് കുറച്ച് നമ്മൾ പോയി റെസ്റ്റ് എടുത്ത് അപ്പോഴേക്ക് കല്യാണത്തിൻ്റെ ദിവസമാണ്. അപ്പോഴേക്ക് 11-12 മണിയാകുമ്പോൾ കല്യാണത്തിന് വീണ്ടും അവിടെ ചെന്ന് പാടി. ആ പാട്ട് കഴിഞ്ഞ് പിന്നെ രാത്രി വീണ്ടും ഈ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടി, അപ്പോഴും പരിപാടിയാണ്. ആ പരിപാടി പിന്നെ അവസാനിക്കുന്നത് 2 മണി 3 മണിക്ക് വരെ ഈ ആൾക്ക്. പക്ഷെ അന്ന് അത്ഭുതമാണ്. അന്നിങ്ങനെ പൈസ ഇങ്ങനെ ഈ ഗൾഫ് പൈസ ഇങ്ങനെ എറിയ ഈ ഫസീല പാടുമ്പോഴും മാഷ് ഇങ്ങനെ. അന്നാണ് ഞാൻ മാഷ് പൈസ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇത് മാഷ് ഓരോരുത്തർക്കും പിന്നെ പാട്ട് പാടുന്നു. അപ്പോഴേക്ക് മാഷ് അത് കെട്ടിക്കൂട്ടി അപ്പം തന്നെ കൃഷ്ണദാസും മാഷ് എഴുതി, കൃഷ്ണദാസ് വടകര കൃഷ്ണദാസ് അതിൻ്റെ ട്യൂണ്, ഇന്ന മാഷ് ഇന്ന ട്യൂണിൻ്റെ അപ്പം തന്നെ ഇൻസ്റ്റന്റ് സോങ്ങാണ്. അപ്പം എല്ലാവരും മതി ഇന്ന പാട്ടാണ് കേട്ടോ. ആ പാട്ടിൽ അതുകൊണ്ട് ഈ വരിയും കൊണ്ട് മാറിയിട്ട് അവിടുത്തെ അവിടെ ഓരോ ബാബയുടെ പേരും പിന്നെ പെണ്ണിൻ്റെ പേരും എല്ലാം കൂടെ കൂട്ടിക്കലക്കി അതുകൊണ്ട് പാടും. അപ്പോഴേക്ക് പൈസ വന്നു. ഇതിങ്ങനെ മാഷ ഒരു ട്രിക്സാണ്. മാഷയ്ക്ക് സ്റ്റേജിൽ എങ്ങനെ പരിപാടി നടത്തണം എന്നുള്ളത് മാസ്റ്റർക്ക് അറിയാം. അതുകൊണ്ടാണ് മാഷ് മത്സരത്തിനൊക്കെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടുന്നത്. അന്ന് മത്സരത്തിന്റെ കോഴിക്കോട് ഒരു മാപ്പിളപ്പാട്ട് മത്സരം എന്ന് പറഞ്ഞാൽ അന്ന് ഈ നമ്മളെ നാട്ടുകാരൊന്നല്ല അവിടെ പരിപാടി കേൾക്കാൻ വേണ്ട. ഈ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർ ടിക്കറ്റ് ബ്ലാക്കിനൊക്കെ ടിക്കറ്റ് എനിക്കറിയാം. ടാഗോർ ഹാളില് പോലീസ് വന്ന് ലാത്തിച്ചാത്തിട്ടുണ്ട് ടിക്കറ്റ് ഇട്ടായിട്ട്. അന്നൊക്കെ ടിക്കറ്റ് പ്രോഗ്രാമാണല്ലോ മത്സരത്തിന്. ക്രിസ്ത്യൻ കോളേജ്. പിന്നെ മാഷെ പറ്റി ആക്ഷേപം എന്ന് പറഞ്ഞാൽ മാഷ് ജഡ്ജസിനൊക്കെ സ്വാധീനിക്കും മറ്റേന്നൊക്കെ പറഞ്ഞ അന്ന് ആക്ഷേപം ഉണ്ട്. അന്ന് ഇവരിക്കിട്ടും എല്ലാം മാഷിക്ക് തന്നെ കിട്ടും. കാരണം മാഷിന്റെ അതിന്റെ എല്ലാ കുട്ടൻസും മാഷിക്ക് അറിയാം. അത് മാത്രമല്ല ജനകീയമായിട്ട് ആൾക്കാരെ സദസ്സിനെങ്ങനെ പിടിക്കണം എന്ന് നല്ലോണം അറിയാം. മാഷ് വലിയൊരു സിംഗറൊന്നുമല്ല, പക്ഷെ മാഷ് നല്ലൊരു കോർഡിനേറ്ററാണ്. അത് അറേഞ്ചറാണ്. അത് എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ളത് അതിന് പൈസ ഒന്നും മാഷ് നോക്കൂല. അങ്ങനെയാണ്. നല്ല ബന്ധമായിരുന്നു മാഷ്. എൻ്റെ കല്യാണത്തിന് ത്രൂ ഔട്ട് അന്ന് തലേന്നും പിറ്റേന്നൊക്കെ എൻ്റെ കല്യാണത്തിനൊക്കെ മാഷുണ്ട്. ഇമ്മറൂട്ടി മാഷുണ്ടായിരുന്നു. എരിനോളി മൂസായിട്ടും അത്രയും നല്ല ബന്ധമാണ്. ഞാൻ എരിനോളി മൂസൻ്റെ ടീമിലും പോയിട്ടുണ്ട്. ശൈലജ, അന്ന് ശൈലജാണ് അവരെ വലിയ തലശ്ശേരിയിലൊരു ശൈലജ ഉണ്ട്. ശൈലജ, പിന്നെ സിബില, അവരൊക്കെ എരിനോളിൻ്റെ ട്രൂപ്പിൽ, പീറിൻ്റെ ട്രൂപ്പിലും സിബില ഉണ്ടായിരുന്നു. അന്ന് പീറിൻ്റെ കൂടെയും ഞാൻ കുറേ പാടിയിട്ടുണ്ട്. അഴകീറും ആ പാട്ടൊക്കെ പീറിൻ്റെ കൂടെ.
അങ്ങനെയാണ് മാപ്പിളപ്പാട്ടിൽ കുറച്ച് കാലം ഞാൻ. പിന്നാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ റെക്കോർഡിങ്, അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിലേക്ക് പോയി, ബഹ്റൈനിലേക്ക് പോയി. അപ്പോൾ ബഹ്റൈൻ നമ്മൾ കുറേ ഗൾഫിൽ പരിപാടി നടത്തിയിട്ടുണ്ട്. മാഷ അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കൃഷ്ണദാസൻ നമ്മളൊക്കെ ഒന്നായിട്ടുള്ള. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഞാനൊരു ജോലി എന്നുള്ള ലെവലിൽ ഞാൻ ബഹ്റൈനിലേക്ക് പോയതിൻ്റെ ശേഷം പാട്ടൊക്കെ ഉപേക്ഷിച്ചിട്ട് പാട്ട് പാടിച്ചു. പിന്നെ ആ സമയത്ത് വെറുതെ പാട്ടും പാടി നമുക്ക് എന്തെങ്കിലും നമ്മൾ ജീവിതമൊന്നും തുടങ്ങിയില്ല, നമ്മൾ കല്യാണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അവിടെ പോയി അതിൻ്റെ ശേഷം പോയി വന്ന് അപ്പോഴാണ് ബാപ്പു പള്ളിവർ പറഞ്ഞത് നമുക്ക് റെക്കോർഡ് എന്തായാലും മാപ്പിളപ്പാട്ട് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ബാപ്പു പള്ളിവർ എഴുതിയിട്ട് ഒരു കാസറ്റ് ഇറക്കണം. പക്ഷെ അന്ന് കാസറ്റ് അവിടെ നാട്ടിലങ്ങനെ ഇറങ്ങാതെ, പക്ഷെ ഞാനത് ഇറക്കിയിട്ട് ഗൾഫിൽ വിറ്റ്, ഗൾഫിൽ നന്നായിട്ട് പോയിടാ. അന്ന് കാസറ്റാണല്ലോ അങ്ങനെ. ആ പാട്ട്, അതിലെ പാട്ട് ഏതെങ്കിലും ഓർമ്മ? അന്ന് ഇതാണ് പിന്നെ ഒരു പാട്ട് ഹിറ്റായ പാട്ട്, അത് ആ പാട്ടിപ്പോൾ വേറെ ആരിലൊക്കെ പാടി കുറേ പാട്ടുണ്ട്. അതിൽ തമാശപ്പാട്ടുകളുണ്ട്, എൻ്റെ സൈന എൻ്റെ മൈന എന്നൊക്കെ പറഞ്ഞ ഓർമ്മ ഇട്ടില്ല. പിന്നെ അതേമാതിരി ഈ പാട്ട് ഇതാണ്, ഇറയോൻഡോഹി കേട്ട് ഇസ്ലാമിന്ന ഇബ്രാഹിം തടന്നിടുന്നേ അടന്നിടുന്നേ. പിന്നെ മന്നാൻ്റെ എന്നൊക്കെ പറഞ്ഞത് നല്ലൊരു പാട്ട്. അതായത് ഇതിൻ്റെ ആണ് ഈ ബലി കൊടുക്കുന്നതിന് ആ പാട്ടാണ്. അത് ഭയങ്കരമായിട്ട് ഗൾഫിലൊക്കെ നന്നായിട്ട് ആ കാസറ്റ് പോയി ചിലവ്. അതിൽ പൈസ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ അത് പിന്നീട് എങ്ങനെയോ നഷ്ടപ്പെട്ടു. പക്ഷെ ആ പാട്ട് വീണ്ടും ആരിലൊക്കെ അത് റെക്കോർഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു മാപ്പിളപ്പാട്ട് സ്റ്റൈല് നമ്മൾ ഒരു ഇലക്ഷൻ ഒരു പാട്ട് ബാപ്പു എഴുതിയിട്ട് ഞാൻ ചെയ്യണം. പിന്നെ അതിപ്പോൾ നന്നനായ മുസ്തഫ തരനാനായന എന്നുള്ളൊരു പാട്ടില്ലേ, ആ പാട്ട് ഫസ്റ്റിൽ പാടുന്നത് മാപ്പിളപ്പാട്ട് ആയിട്ട് പാടുന്ന, മാപ്പിളപ്പാട്ടല്ല, ഒരു രാഷ്ട്രീയ ഗാനം, ഇലക്ഷൻ. അന്ന് ഇലക്ഷന് നമ്മളെ കോഴിക്കോടിന് വേണ്ടിയിട്ട് ആ റെക്കോർഡ് ചെയ്തത് ഞാൻ ആ പാട്ട്. ഏത് പാർട്ടിക്ക് വേണ്ടി? മാർക്സിസ്റ്റ് പാർട്ടിക്ക്. ഭയങ്കര ആ പാട്ടുകൊണ്ട് അന്ന് ജയിച്ചെന്നാ പറയാ. അന്ന് എല്ലാ സ്ഥലത്തും ആ പാട്ടായിരുന്നു. അതാണ് പിന്നീട് ഇവര് വേറെ മാപ്പിളപ്പാട്ടായിട്ട് പിന്നെ രൂപാന്തരപ്പെട്ടു. ആ പാട്ട് ഭയങ്കര ഫേമസ് ഇപ്പോഴും. അതെ അതെ അതെ.